ബംഗ്ലാദേശിലെ കയറ്റുമതിക്ക് വലിയ സഹായമായിരുന്ന ട്രാൻസ്ഷിപ്മെന്റ് സംവിധാനം നിർത്തലാക്കി ഭാരതം. ബംഗ്ലാദേശിൽ നിന്നുള്ള ചരക്കുകൾ നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് എത്തിക്കാനായി പ്രത്യേകമായി ഒരുക്കി നൽകിയ സൗകര്യമാണ് ഭാരതം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെട്ടിരുന്ന സൗകര്യമായിരുന്നു ഇത്. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും കയറ്റുമതിക്കായി ഉപയോഗിക്കാൻ ഈ സൗകര്യം വഴി ഭാരതം ബംഗ്ലാദേശിനെ അനുവദിച്ചിരുന്നു. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് സമുദ്രവുമായി ബന്ധമില്ലെന്ന് അതിന് ബംഗ്ലാദേശ് അനിവാര്യമാണെന്നും ഉൾപ്പെടെയുള്ള ഇടക്കാല സർക്കാരിലെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസിന്റെ പരാമർശത്തിന് പിന്നാലെയാണ് ഭാരതം ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ നേപ്പാളുമായും ഭൂട്ടാനുമായും ബന്ധപ്പെടാൻ ചൈനയ്ക്കാകുമെന്ന തരത്തിലുള്ള പരാമർശമാണ് മുഹമ്മദ് യൂനിസ് നടത്തിയിരുന്നത്. 7 സഹോദരിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കരയാൽ മാത്രം ചുറ്റപ്പെട്ടതാണെന്നായിരുന്നു യൂനിസിന്റെ പരാമർശം. കടൽ ബന്ധമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കടൽ സുരക്ഷയിൽ ബംഗ്ലാദേശാണ് നിർണായകം എന്ന് സ്ഥാപിക്കാനാണ് യൂനിസ് ഈ പരാമർശത്തിലൂടെ ശ്രമിച്ചത്. നിലവിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്ക് ചരക്ക് നീക്കം പെട്ടെന്ന് നടത്തുക എന്ന ഉദ്ദേശത്തോടെ നിരവധി ലാൻഡ് കസ്റ്റംസ് സ്റ്റേഷനുകൾ അനുവദിച്ചിട്ടുണ്ട്. ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ ബംഗ്ലാദേശിന് 2020 മുതലാണ് അനുമതി നൽകിയത്. എന്നാൽ ഏപ്രിൽ 8-ന് കേന്ദ്ര പരോക്ഷ നികുതി ബോർഡ് CBIC ഇറക്കിയ സർക്കുലറിലാണ് ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ റദ്ദാക്കുന്നതായി വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കുലർ വരുന്നതിന് മുൻപ് ഇന്ത്യയിലെത്തിയ ചരക്കുകൾ നടപടിക്രമങ്ങൾ പാലിച്ച് കടത്തിവിടാമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. ബംഗ്ലാദേശിന് ട്രാൻസ്ഷിപ്മെന്റ് അനുമതി നിഷേധിച്ചതോടെ ഇന്ത്യയിലെ കയറ്റുമതി കമ്പനികൾക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ, പാദരക്ഷകൾ, ആഭരണങ്ങൾ തുടങ്ങിയവ കയറ്റുമതി ചെയ്യുന്നവർക്ക് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യും. നിലവിൽ ഇക്കാര്യത്തിൽ ബംഗ്ലാദേശുമായി ഇന്ത്യൻ കമ്പനികൾ മത്സരത്തിലായിരുന്നു. യൂനിസിന്റെ ചൈന സന്ദർശനം 4 ദിവസത്തെ ചൈന സന്ദർശനത്തിനിടെ ബംഗ്ലാദേശിൽ കൂടുതൽ ഉൽപാദനവും നിർമ്മാണ മേഖലയിലും നിക്ഷേപം നടത്താനും വിപണനവും ചരക്ക് നീക്കവും ത്വരിതപ്പെടുത്താനും യൂനിസ് ചൈനയെ ബംഗ്ലാദേശിലേക്ക് ക്ഷണിച്ചിരുന്നു. സാമ്പത്തികമായി തകരുകയും ഇന്ത്യയുമായി ബന്ധം വഷളാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് യൂനിസ് ചൈനയിലേക്ക് പോയത്. ചൈനീസ് സഹായം ഉറപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ചൈനയ്ക്ക് മുന്നിൽ ഇത് വലിയ സാധ്യതകളാണ് തുറന്നിടുന്നതെന്ന് സ്ഥാപിക്കാനാണ് മുഹമ്മദ് യൂനിസ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പരാമർശിച്ചത്. നിലവിൽ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്കെതിരെ പല വിവാദ പരാമർശങ്ങളും നീക്കങ്ങളും ബംഗ്ലാദേശത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ബംഗ്ലാദേശ് റൈഫിൾസ് മുൻ മേധാവി റിട്ടയർഡ് മേജർ ജനറൽ ALM ഫസ്ലൂൻ റഹ്മാൻ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും പിടിച്ചെടുക്കുമെന്ന പരാമർശവുമായി എത്തിയിരുന്നു. ഇതിനായി ചൈനയുടെ സഹായം തേടണമെന്നുമായിരുന്നു ഇയാൾ പറഞ്ഞത്. നിലവിലെ ഇടക്കാല ഭരണകൂടത്തിന് കീഴിൽ ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ ശബ്ദങ്ങൾ ശക്തി പ്രാപിക്കുകയും പാകിസ്ഥാനുമായും ചൈനയുമായും കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ ആഹ്വാനങ്ങൾ ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിച്ച് ബന്ധം മെച്ചപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നതിനിടയിലാണ് റഹ്മാന്റെ വിവാദ പരാമർശം. ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസിന്റെ ചൈനയോടുള്ള സൗഹൃദ നിലപാടും വികസന പ്രവർത്തനങ്ങൾക്കുള്ള ക്ഷണവുമായിരുന്നു ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത്. പിന്നാലെ ഇന്ത്യ ബംഗ്ലാദേശിനുള്ള ട്രാൻസ്ഷിപ്മെന്റ് അവകാശങ്ങൾ പിൻവലിക്കുകയും ഇതിന് മറുപടിയായി ഇന്ത്യയിൽ നിന്നുള്ള നൂൽ ഇറക്കുമതി ബംഗ്ലാദേശ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ പദ്ധതികളും ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്.